എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിലവിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കും അതുപോലെ തന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജുകളിലെ കോഴ്സുകളിലേക്കും നടത്തിയിട്ടുണ്ടായിരുന്ന ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരം 3 മണി വരെ ആയിരുന്നു ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ ഓപ്ഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി, അതായത് 1/2/2025 മുൻപായിട്ട് തന്നെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു ഫെബ്രുവരി 2-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ സ്ലിപ്പ്, അതായത് ഫീ പേയ്മെൻറ്റ് സ്ലിപ്പ്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ മറ്റ് ഡോക്യുമെൻറ്റുകൾ എന്നിവ എടുത്ത ശേഷം ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യും എങ്കിൽ മാത്രമേ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. കാരണം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണം എന്നില്ല. നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സൊക്കെ നൽകി ആ കോളേജിൽ അടക്കാൻ എന്തെങ്കിലും ഫീസുകൾ ഉണ്ടെങ്കിൽ അതുകൂടി അടച്ച ശേഷം അവിടെ അഡ്മിഷൻ എടുത്താൽ മാത്രമാണ് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് പെർമനൻറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫെബ്രുവരി 2-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എങ്ങനെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാം എന്നുള്ളത് നോക്കാം. വിദ്യാർത്ഥികൾ ആദ്യം തന്നെ LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ID നൽകുക, പാസ്വേഡ് നൽകുക, അതിനുശേഷം സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിലവിൽ നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ, NOC ആവശ്യമായിട്ട് NOC അപ്ലോഡ് ചെയ്ത് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ എന്നിവർക്ക് പുതുതായിട്ട് മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതും പുതുതായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ കിട്ടിയിട്ടുള്ളത് ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതും ആണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഓൾറെഡി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ മെമ്മോ എന്ന് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്, ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു യുവർ അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, ഏത് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത് എന്നുള്ളതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ച് സൈഡോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ UPI ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചലാൻ ഓപ്ഷൻ ഉണ്ടാകും. ചലാൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ബാങ്ക് വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം പേയ്മെൻറ്റ് ചെയ്ത ശേഷം മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട് കിട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾ ഈ ഒരു ഫെബ്രുവരി, അതായത് 1-നുള്ളിലായിട്ട് നിങ്ങൾ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തൊരു വിദ്യാർത്ഥി ആയിരുന്നാലും ആ ഒരു വിദ്യാർത്ഥി കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് ഫെബ്രുവരി 2-ാം തീയതി വരെയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് കോളേജിൽ നിന്നും നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ബോണസ്
ബോണസ് അല്ല, നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ട് എങ്കിൽ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ OBC SC/BC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളും, അതുപോലെ തന്നെ നിങ്ങളോട് കോളേജിൽ നിന്ന് നിശ്ചിത ഫീസ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഫീസ് കൂടി എടുത്തിട്ട് പോയിട്ട് വേണം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാനായിട്ട്. അതുപോലെ ചില കോളേജുകൾ കൂടുതൽ ഫീസ് വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ വിദ്യാർത്ഥികൾ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അടക്കാൻ പറയുന്ന ഫീസ് കൂടുതലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ഫെബ്രുവരി 2-ാം തീയതിക്കുള്ളിൽ തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.